വിജയ് ചിത്രം ജനനായകൻ ചോർന്നു. 3 മണിക്കൂറുള്ള HD പതിപ്പടക്കം പുറത്ത്. ലക്ഷ്യം തിരഞ്ഞെടുപ്പു. സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് ചുവട് മാറ്റിയ TVK സ്ഥാപകൻ വിജയുടെ അവസാന ചിത്രം ജനനായകൻ സിനിമ ഇന്റർനെറ്റിൽ. ചിത്രത്തിന്റെ ടൈറ്റിൽ ക്രെഡിറ്റ്സും വിജയുടെ ഇൻട്രോയും അടങ്ങുന്ന 5 മിനിറ്റോളം വരുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ആദ്യം ലീക്കായത്. പിന്നാലെ 3 മണിക്കൂറുള്ള സിനിമയുടെ HD പതിപ്പും പുറത്തായതായി റിപ്പോർട്ടുണ്ട്. സിനിമയുടെ എഡിറ്റിംഗ് ടേബിളിൽ നിന്നാണ് ദൃശ്യം ചോർന്നതെന്നും അഭ്യൂഹങ്ങളുണ്ട്. സംഭവത്തിനെതിരെ ഇതിനകം വിജയ് ആരാധകരും രംഗത്തെത്തിയിട്ടുണ്ട്. സിനിമയുടെ ഭാഗങ്ങൾ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യാനും ഇവ ചോർത്തിയവർക്കെതിരെ നടപടിയെടുക്കാനും ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസിനോട് ആരാധകർ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. എക്സിൽ നിന്നും വിജയുടെ ഭാഗങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ട നടപടികൾ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും ആരംഭിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ദൃശ്യങ്ങൾ ചോർന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ഒരു വിഭാഗം ആരാധകർ പറയുന്നത്. ആരും ഇന്റർനെറ്റിൽ പ്രചരിക്കുന്ന ഭാഗങ്ങൾ പങ്കിടരുതെന്നും അങ്ങനെ ചെയ്താൽ കർശനമായ നടപടി ഉണ്ടാകുമെന്നും ആരാധകർ ഓർമ്മിപ്പിക്കുന്നു. സിനിമ ലീക്കായതിന് പിന്നാലെ ഒരു വിഭാഗം വിമർശനവുമായി എത്തി. വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രം നന്ദമൂരി ബാലകൃഷ്ണ നായകനായ ഭഗവന്ത് കേസരിയുടെ ഔദ്യോഗിക റീമേക്കാണ്. എന്നാൽ ഭഗവന്ത് കേസരിയുടെ ഓരോ ഫ്രെയിമും അതുപോലെ തന്നെ പകർത്തി വച്ചിരിക്കുകയാണ് സംവിധായകൻ. സിനിമയുടെ ഇൻട്രോ സീനിൽ അഭിനേതാക്കൾ മാറുന്നതല്ലാതെ ഫ്രെയിമുകളെല്ലാം ഒരേപോലെയാണെന്നാണ് വിമർശനം. വിജയുടെ അവസാന ചിത്രമെന്ന നിലയിൽ കുറച്ചെങ്കിലും മാറ്റം വരുത്താമായിരുന്നുവെന്നാണ് ആരാധകരുടെ അടക്കം അഭിപ്രായം. തമിഴ്നാട് തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ TVKയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന കാരണത്താൽ രാഷ്ട്രീയ പ്രേരണയിലാണ് ചിത്രം തടഞ്ഞതെന്ന ആരോപണം വിജയ് ആരാധകരടക്കം ഉന്നയിച്ചിരുന്നു. അതിനെ ശരിവെക്കുന്ന തരത്തിലാണ് ചിത്രത്തിന്റെ ലീക്കായ ക്ലിപ്പുകളിൽ നിന്നും ലഭിക്കുന്ന വിശദാംശങ്ങൾ. വിജയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് അദ്ദേഹം അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ കയ്യിൽ പച്ച കുത്തിയതായി ലീക്കായ ക്ലിപ്പുകളിലൂടെ വ്യക്തമാണെന്നാണ് സംസാരം. വിജയ് നായകനായ മേഴ്സൽ, തെരി തുടങ്ങിയ നിരവധി സിനിമകളും റിലീസിംഗ് തടയൽ നേരിട്ടിട്ടുണ്ട്. നടൻ വിജയുടെ സിനിമ കരിയറിൽ ഇതാദ്യമായല്ല ഒരു സിനിമ വിവാദങ്ങൾക്ക് അധിഷ്ഠിതമായി റിലീസ് തടഞ്ഞു വയ്ക്കുന്നത്. എന്നാൽ റിലീസിന് മുൻപേ ഒരു വിജയ് ചിത്രം ലീക്കായി പുറത്തുവരുന്നത് ഇതാദ്യമായാണ്. കഴിഞ്ഞ ജനുവരി 9-നായിരുന്നു ജനനായകൻ തിയേറ്ററിൽ എത്തേണ്ടിയിരുന്നത്. എന്നാൽ സർട്ടിഫിക്കറ്റ് നൽകാൻ സെൻസർ ബോർഡ് വിസമ്മതിച്ചതോടെ റിലീസ് അനിശ്ചിതത്വത്തിലാകുകയായിരുന്നു. ജനനായകന്റെ സംഭാഷണങ്ങളിൽ മാറ്റം വരുത്തണമെന്നും ചില ഭാഗങ്ങൾ ഒഴിവാക്കണമെന്നുമായിരുന്നു സെൻസർ ബോർഡ് നിർദ്ദേശം. എന്നാൽ ഈ മാറ്റങ്ങൾ വരുത്തിയെങ്കിലും സർട്ടിഫിക്കറ്റ് സെൻസർ ബോർഡ് ഇതുവരെയും നൽകിയില്ലെന്നാണ് ആക്ഷേപം. നിലവിൽ CBFC റിവൈസിംഗ് കമ്മിറ്റിയുടെ മുൻപാകെയാണ് ചിത്രം. അതേസമയം തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തിരഞ്ഞെടുപ്പിന് ശേഷമേ ചിത്രത്തിന് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്ന അഭ്യൂഹങ്ങളുമുണ്ട്. നടൻ വിജയുടെ അവസാന ചിത്രമാണിതെന്നാണ് പറയപ്പെടുന്നത്. രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചാൽ പിന്നീട് സിനിമയിലേക്ക് മടങ്ങി വരില്ല എന്ന് താരം മുൻപ് പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെയാണ് ജനനായകൻ വിജയുടെ അവസാന ചിത്രമെന്ന് വിശേഷിപ്പിക്കപ്പെടാൻ തുടങ്ങിയത്. വിജയുടെ 69ാമത്തെ ചിത്രം കൂടിയാണിത്. വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ബോബി ഡിയോൾ, പൂജ ഹെഗ്ഡെ, പ്രകാശ് രാജ്, ഗൗതം വാസുദേവ് മേനോൻ, നരേൻ, പ്രിയാമണി, മമിത ബൈജു തുടങ്ങി വമ്പൻ താരനിരയാണ് അണിനിരക്കുന്നത്. വെങ്കട് K. നാരായണയാണ് KVN പ്രൊഡക്ഷൻസിന്റെ പേരിൽ ജനനായകൻ നിർമ്മിക്കുന്നത്. ജഗദീഷ് പളനിസ്വാമിയും ലോഹിത് NKയുമാണ് സഹനിർമ്മാണം. അനിരുദ്ധാണ് സംഗീത സംവിധാനം. 500 കോടിയാണ് ചിത്രത്തിന്റെ ബജറ്റ്.